കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടികൂടുന്നത് തുടർക്കഥയാവുകയാണ്. ഇന്നും കിട്ടി ജയിലിൽ നിന്ന് ഫോൺ. ന്യൂ ബ്ലോക്കിന്റെ പിന്നിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെയാണ് ജയിലിൽ പരിശോധന കർശനമാക്കിയത്. അർജുൻ കല്യാൺ നമുക്കൊപ്പം. അർജുൻ കല്യാൺ, ഗുഡ് ഈവനിംഗ്. 2 ആഴ്ചയ്ക്കുള്ളിൽ എത്ര ഫോണാണ്? 6ഓ 7ഓ അതോ 8ഓ? എത്ര എണ്ണം പിടിച്ചു? ഇത്ര എണ്ണം പിടിച്ചിട്ടും കൃത്യമായി അവിടെ ഒരു പരിശോധന, നമ്മൾ ഈ അതിർത്തിയിലൊക്കെ നടക്കുന്നത് പോലെ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ ഒന്നും നടത്താൻ ആർക്കും എന്താ കൈ പൊങ്ങുന്നില്ലേ? സുജിയ, ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് പിന്നാലെ തന്നെ സർക്കാർ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ അന്വേഷണ സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി പരിശോധന നടത്തിയത് ഓഗസ്റ്റ് മാസം 19, 20 തീയതികളിലാണ്. അതിന് തൊട്ടു പിന്നാലെ, അതായത് 19-ാം തീയതിയും 20-ാം തീയതിയും ആ അന്വേഷണ സമിതിയിലെ അംഗങ്ങൾ ജയിലിലേക്ക് എത്തുന്നു, ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു, അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഈ സംഭവത്തിനെല്ലാം ശേഷം തൊട്ടടുത്ത ദിവസം 21-ാം തീയതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ടെത്തിയ മൊബൈലുകളുടെ എണ്ണം 3 എണ്ണമാണ്. അതിനുശേഷം പിന്നീട് 25-ാം തീയതി ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നു. ഈ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ മൊബൈൽ ചാർജറുകളുണ്ട്, അതിൻ്റെ അഡാപ്റ്ററുണ്ട്, ഹെഡ്സെറ്റുകൾ പോലും ഈ കൂട്ടത്തിലുണ്ട് എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. ഇങ്ങനെ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ, അതായത് ഈ പറയുന്ന 10 ദിവസത്തിനിടെ തന്നെ കണ്ടെത്തിയ മൊബൈലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 മൊബൈൽ ഫോണുകളാണ്. എന്തായാലും ഇതിനകത്ത് ഈ 7 മൊബൈൽ ഫോണുകൾ ഈ 10 ദിവസത്തിനിടെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഈ കാര്യങ്ങളിലൊരു പരിശോധനയെങ്കിൽ നടക്കുന്നു എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ മൊബൈലുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴാണ് അത് കൂടുതലായി കണ്ടെത്തുന്നത്. ഈ പറയുന്ന ഗോവിന്ദചാമിയൊക്കെ ജയിൽ ചാടിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആക്ഷേപം ജയിൽ ഉദ്യോഗസ്ഥരൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അവിടെയുള്ള പരിശോധന ഒന്ന് ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസ് ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരേ സമയം തന്നെ പല ബ്ലോക്കുകളിൽ സംശയം തോന്നുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരമൊരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരുപാട് മൊബൈൽ ഫോണുകൾ ലഭിക്കും, അല്ലെങ്കിൽ ജയിലിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയിട്ടുള്ള മൊബൈലുകൾ ഓരോന്നും. എന്തായാലും ഇത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘം പുറത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഒരു 4-5 ദിവസം മുൻപാണ് ഈ മൊബൈലുകൾ ജയിലിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്ന സംഘത്തിലെ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ അതിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു കണ്ണി എന്ന് സംശയിക്കുന്ന അക്ഷയ് എന്ന് പറയുന്ന പനങ്കാവ് സ്വദേശിയെ പിടികൂടിയത്. ഈ ജയിലിലേക്ക് ഇങ്ങനെ മൊബൈലുകൾ എത്തിച്ചു കൊടുത്താൽ, ലഹരി വസ്തുക്കളൊക്കെ എത്തിച്ചു കൊടുത്താൽ 1000-ഉം 2000-ഉം 2500-ഉം ഒക്കെ കമ്മീഷനായി ഈ പറയുന്ന ഈ സംഘത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നു. അതിന് പുറമെ തന്നെ ഈ വിസിറ്റേഴ്സ് ആയിട്ട് ഈ ജയിലിലെ തടവുകാരെ കാണാൻ വേണ്ടി പലരും എത്തുന്നു. എങ്ങനെയൊക്കെയാണ്? ഫോൺ എറിഞ്ഞു കൊടുക്കുകയാണോ, കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണോ, ഭക്ഷണത്തിനകത്ത് വെച്ച് കൊടുക്കുകയാണോ, എങ്ങനെയാണോ ഈ ഫോൺ അവിടെ എത്തുന്നുണ്ട്, പിടിക്കുന്നുമുണ്ട്?